ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും നമ്മൾ നനച്ചുള്ളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഏകദേശം ഇന്ന് തീർക്കണം എന്നുള്ള വിചാരത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നമ്മളെ റൂം വൃത്തിയാക്കിയാലോ? എന്താ രസം പറഞ്ഞ രാത്രിക്ക് ഒരു മന്തി വാങ്ങി തന്നാലോ? ഉറപ്പല്ലേ? കയ്യണവരെ കൂടെക്കുവോ? എരിയിലിട്ടിട്ട് പോവോ? ചെലപ്പാണെങ്കിൽ മന്തി ക്യാൻസല്. പകുതി കിട്ടൂല. അപ്പൊ ക്ലീനിങ് കയ്യണ വരെ കൂടക്കുകയാണെങ്കിൽ മന്തി ഉറപ്പ്. ഹാഫ് മന്തിയോ? അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. പിന്നെ ഇന്ന് തന്നെ മാക്സിമം തീർക്കണം എന്ന് കരുതിയിരുന്നു. എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടോ. അൽഹംദുലില്ലാഹ്, എൻ്റെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പിന്നെ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് തലേ ദിവസം ഇപ്പാൻ്റെ റൂം ശരിയാക്കിയിരുന്നു. അത് അന്ന് കുട്ടീനെയും കൂടി ഞാൻ അടുത്തിരുത്തി രാത്രിക്ക് ഇങ്ങനെ ഓരോ റൂം ശരിയാക്കാന്നുള്ള പ്ലാനിൽ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ കുട്ടിക്ക് ചെറിയതായിട്ട് അലർജി കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഓളെ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് വല്ലാതെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സ്കൂൾ ലീവുള്ള ദിവസം മാക്സിമം തീർക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇവർ കൂടെ ഉണ്ടാവുമല്ലോ, കുട്ടി കരഞ്ഞാലും ഒരാളെങ്കിലും കുട്ടീൻ്റെ അടുത്ത് നോക്കി മാറി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ കുട്ടീനെ ഉറക്കിയിട്ട് ഞങ്ങൾ തുടങ്ങി. എല്ലാ ഏരിയയും കവർ ചെയ്തു കേട്ടോ. ഏകദേശം ഞാൻ ഒരു ജനൽ ഒരാളെ കയ്യിൽ ഒരു കുറച്ചിങ്ങനെ സെക്ഷൻ തിരിച്ചിട്ട് മൂന്നാളുടെ കയ്യിലും കൊടുത്തു. പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. ഇതുവരെ എനിക്ക് ഇങ്ങനെ നന്നായിട്ടൊരു ഡീപ്പ് ക്ലീനിങ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡ്രോയിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പ് ക്ലീനിങ് ആവശ്യമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെ ഓരോ ഏരിയയും, പിന്നെ സീലിംഗ് ആണെങ്കിലും ഫാനാണെങ്കിലും എ സി ആണെങ്കിലും ഒന്നും കൂടുതൽ ഡീപ്പായിട്ട് ക്ലീനിങ് നടന്നിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് ആളെ വെച്ചാലും ജസ്റ്റ് അടിച്ചു വരിക, തുടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ അവരൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് അതേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള എക്സ്ട്രാ വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു കേട്ടോ. ഈ റൂം മാത്രം ഏകദേശം ഒരു 4 മണി വരെ. പിന്നെ ഇവരെ കൂടെ എല്ലാത്തിനും തുടപ്പ്, ഒലുമ്പാൻ, അത് വെക്കുക, ഇത് വെക്കുക, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഈ സമയത്ത് കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതുപോലെ കുട്ടിയുടെ ഫുഡ് കൊടുക്കൽ, പിന്നെ ഇപ്പൻ്റെയും മേമാൻ്റെയൊക്കെ ഭക്ഷണം എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചു പോകണമായിരുന്നു കേട്ടോ. കിച്ചണത്തെ ഏകദേശം കുക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിന് നിന്നത്. പിന്നെ ഓരോ ഏരിയയും, അതായത് ഈ ഡ്രോ ഉണ്ടല്ലോ, അത് അവിടുന്ന് എടുത്തിട്ട് തന്നെ മോനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവള് എന്ത് ചെയ്തു, ഹിജാബ് കെട്ടി, അലർജി വരണ്ട മൂക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹിജാബ് കെട്ടിയിട്ടു. മാസ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അതെടുത്ത് വന്നിട്ട് കെട്ടിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തു. പിന്നെ തലേ ദിവസത്തെ കുറേ തുണികൾ മടക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷെൽഫും കൂടെ നേരെ ആക്കണം ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ന് വിചാരിച്ചിട്ട് അത് വലിച്ചിടണമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ അത് മടക്കി വെക്കണ്, എന്തായാലും വലിച്ചിടാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മടക്കി വെക്കാതെ അവിടെ ബാസ്ക്കറ്റിൽ അവിടെ തന്നെ വെച്ചതാണ് കേട്ടോ. അതാണ് സൈഡിലിരിക്കുന്നത്. പിന്നെ എല്ലാ ഡ്രോ കാര്യങ്ങളൊക്കെ മക്കളൊക്കെ അത് ഫിറ്റ് ചെയ്തു. പിന്നെ ഓരോ ഏരിയയും ഇങ്ങനെ നല്ലോണം കവർ ചെയ്ത് ഞങ്ങൾ ഓരോ സെക്ഷനും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെല്ലാം ഒരുപോലെ കൂടെ നിന്നു. വൈകുന്നേരം ആയപ്പത്തിന് ഏകദേശം കിളി പോണ അവസ്ഥ എല്ലാവർക്കും ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല. ഏകദേശം ഞങ്ങളെ നനച്ചുള്ളിപ്പണി അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 1 മന്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു.
അത് കാരണമാണ് എനിക്ക് പിന്നെ റെസ്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ മരിച്ചു. ഇതൊക്കെ കാരണമാണ് പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ് സെക്ഷനിലേക്ക് പോകാൻ പറ്റാതിരുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കും ഓരോ ഏരിയ ഓരോ ദിവസം വെച്ച് കവർ ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ കരുതും. പക്ഷേ എന്നങ്ങനെ വിചാരിച്ചു വന്നാൽ അതിൻ്റെ ഇരട്ടി പണി ഉണ്ടാവും കേട്ടോ. നമ്മൾ കരുതണ പോലെ ആവൂല ഒരു ഡേ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും കൊണ്ട് കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നുള്ള ഇതും കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഈ ക്ലീനിങ്ങുമായിട്ട് നിന്നാൽ നമ്മുടെ ദിവസം അങ്ങനെ പോകുമല്ലോ. അപ്പം എന്നാൽ ചെയ്യണത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിന്നെ പഠിത്തം എന്നുള്ളതിലേക്കാണ് മാറ്റി വെക്കാലോ ടൈം എന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് കരുതിയത്. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മോള് കൂടെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒരു ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അത് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ജനലുകളൊക്കെ ചെറിയ മോനാണ് കേട്ടോ ജനൽ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി തന്നത്. ഓന് നന്നായിട്ട് തന്നെ തുടപ്പ് സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കൊടുക്കുക, വെള്ളം നമ്മൾ മാറ്റിക്കൊടുക്കുക, അതൊക്കെ ചെയ്താൽ ഒരു പ്രാവശ്യം ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ടോ തുടച്ചാൽ പോരണ ചളി ആയിരുന്നില്ല കേട്ടോ ഉണ്ടായിരുന്നത്. കുറേ ചളി ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ചില ഏരിയാസിലൊക്കെ പെട്ടെന്ന് നമ്മൾ എന്നും ഒന്ന് വൈപ്പ് ചെയ്ത് പോകും. ചില ഒരു വീക്ക്ലി വൺസൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ബട്ട് ഒരു നമ്മളെ കയ്യെത്താത്ത ഏരിയാസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മാക്സിമം അന്ന് കവർ ചെയ്തു. പിന്നെ എ സി ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ മോള് വൃത്തിയാക്കി ശരിയാക്കി തന്നു കേട്ടോ. പിന്നെ അതാ എൻ്റെ ചെറിയ മോൻ എനിക്ക് നല്ലൊരു ഹെൽപ്പ് അതിൻ്റെ ഇടയിൽ ചെയ്തു തന്നതാണിത്. ഞാൻ പെട്ടെന്ന് ഓൻ്റെ അടുത്ത് അത് ക്ലീൻ ചെയ്തോ എന്ന് പറഞ്ഞതാണ്. ഓന് റിസ്വാന് മറ്റേ ഡ്രോ ക്ലീൻ ചെയ്യുന്നുണ്ടപ്പോൾ ഓനക്കും ഡ്രോ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ ശരി ഈ അത് ചെയ്തോ എന്ന് പറഞ്ഞു ഓൻ്റെ കയ്യിൽ കൊടുത്തതാണ്. ഞാൻ എപ്പുറത്തേക്കോ തിരിഞ്ഞ സമയം ഓൻ അതൊക്കെ വലിച്ചിട്ടയത്ത് സംഭവങ്ങളൊക്കെ നിലത്തന്നെ എടുത്തിട്ടു. അതിനോടുകൂടെ നമ്മളെ കയ്യിൽ നിന്ന് പണി പാളി. പിന്നെ അത് മാറ്റി വെക്കുക, അതേ വേറെ പണികൾ എടുക്കുക, അതെങ്ങടാ മാറ്റുക എന്നൊന്നും അറിയാത്തൊരു വലിയ കൺഫ്യൂഷനിലായിരുന്നു. ഏകദേശം ചുറ്റുവട്ടത്തുള്ള പണികളൊക്കെ കഴിയണ വരെ അത് അവിടെ തന്നെ കടന്നു. പിന്നെ അതിന് ശേഷം അതൊക്കെ ഏകദേശം ഒക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഒക്കെ അടിച്ചു വരി മുറ്റത്ത് കൊണ്ടുപോയിട്ടിട്ട് അതൊന്ന് വേണ്ടത് മാത്രം എടുത്ത് കഴുകി വാഷ് ചെയ്തിട്ട് പിന്നെ ഉണക്കി ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. കൂടുതലൊന്നും വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കുറച്ചെന്തോ കുട്ടിയുടെ പൗഡർ അങ്ങനെ ചില ഐറ്റംസ് മാത്രം എടുത്തു, ബാക്കിയൊക്കെ ഒഴിവാക്കിയിട്ടോ. നമ്മൾ നനച്ചുള്ളി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്നറിയാം, മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒക്കെ വേണമെന്ന് എടുത്ത് വെക്കുന്ന ടൈമിനാണല്ലോ ഓവർലോഡ് ആവുക. അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കി കളഞ്ഞു. പിന്നെ ഇതാ എസിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ അത്രയും പൊടി അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തു. പിന്നെ റയാൻ്റെ വാശിയാണ് കേട്ടോ. ഞാൻ എന്നെ ഫാന് തുടക്കുന്ന നല്ലൊരു വാശിയിലായിരുന്നു. എനിക്ക് ആ ഫാന് തുടക്കണം, പക്ഷേ ഓനിക്ക് എത്തൂല. ലാഡറിൽ കയറിയാലും ഓനിക്ക് എന്ത് ചെയ്യൂല എന്നറിയോ, ഫാനിലെത്തൂല. പക്ഷേ ഓൻക്കറിയാം. ലാസ്റ്റ് പിന്നെ അതെന്ത് ചെയ്തു, ഓനെങ്ങോട്ടോ ജസ്റ്റ് മാറിയ സമയത്ത് റിസ്വാൻ തന്നെ തുടച്ചു കേട്ടോ. പിന്നെ ഇതാ ലാഡറിൻ്റെ രണ്ട് സൈഡിൽ രണ്ടാളും കയറിയിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ ചെയ്യുമ്പോണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു റിസ്ക് നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ തോന്നും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നേ നല്ലത് എന്ന്. പക്ഷേ അങ്ങനെ ഹൈറ്റിൽ കയറുക ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ റൂം ശരിയാക്കിയിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കാരണം പറ്റ വയ്യാതെ എനിക്ക് ഈ ഒരു ജോലി മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ കിച്ചൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. പക്ഷേ രസമാണ്. ഏകദേശം എൻ്റെ പണി അന്ന് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഏകദേശം 4 മണിയായപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയിട്ട് പണിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തുന്നുണ്ടായിരുന്നില്ല രണ്ടും പാടെ. ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കും ഇനി ഇൻഷാ അല്ലാഹ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇപ്പം ഭയങ്കര കോമഡിയാണ് കേട്ടോ. അവൻ്റെ പണികളുടെ ഇടയിൽ കൂടെ ഓരോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മറ്റവന് തുടച്ചിട്ട് നേരാകാത്ത ഏരിയാസൊക്കെ ഇവനെ കൊണ്ട് ഞാൻ വീണ്ടും തുടപ്പിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ മിറർ എല്ലാ ഏരിയയും കവർ ചെയ്തു. പിന്നെ ഞങ്ങൾ അന്ന് ഏകദേശം ഹാളും ഓഫീസ് റൂമും സിറ്റ് ഔട്ടും ഞങ്ങൾ അന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഏരിയാസൊന്നും ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ല. ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ഡേ അത് കഴിയൂലായിരുന്നു. അതുകൊണ്ട് മാക്സിമം അന്നത്തെ ദിവസം തന്നെ തീർക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ പണി പിന്നെ നടക്കില്ല. അപ്പോൾ ഏകദേശം വീഡിയോ പൊക്കി പിടിച്ചതിൻ്റെ പിന്നാലെ നടന്നാൽ ക്ലിയർ ആവില്ല. പിന്നെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വെറും തുടക്കക്കാർ മാത്രം, ക്ഷമിക്കൂ കൂട്ടരേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഓഫീസ് റൂമാണ് കേട്ടോ. ഓഫീസ് റൂമത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഏകദേശം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഈ കാർപ്പറ്റൊക്കെ ഏകദേശം 1 year ആയല്ലോ. ഒക്കെ പുറത്ത് ഇട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഇട്ടു കേട്ടോ. അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹസ്ബൻഡാണ് അധികം അവിടെ ഉണ്ടാവുക. അപ്പോൾ അവരത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ടിട്ട് അടക്കാതെ പോരും. അപ്പോൾ നന്നായിട്ട് അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് ഈ കാറ്റ് വന്നിട്ട് നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, നല്ലോണം അടിച്ച് സോപ്പൊക്കെ ഇട്ട് കഴുകി അടിച്ചുണക്കി തിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നനച്ചുള്ളി വിശേഷങ്ങൾ. ഇതിൻ്റെയും കബോർഡ് നേരാക്കുന്നത്, സീലിങ് കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഫോണ് ഹാങ് ആയപ്പോൾ എൻ്റെ മോൾ കുറച്ച് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കണതിൻ്റെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അതുപോലെ ആദ്യമായിട്ടുള്ള നനച്ചുള്ളിയുടെ എല്ലാ പോരായ്മകളും ഉള്ളൊരു വീഡിയോ ആണിത്. എന്തായാലും നമ്മൾ തുടക്കക്കാരല്ലേ, ട്രൈ ചെയ്യാമെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളെന്താണെന്നറിയോ, ഒരാൾക്കെങ്കിലും നമ്മളൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുട്ടികളെ കൂട്ടിയിട്ട് അന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ കൂട്ടി പുറത്ത് പോയി ഈ പണിയൊക്കെ എടുത്തപ്പോഴും ഓലിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് പാഴ്സൽ കൊണ്ടുവരിപ്പിക്കുക. കാരണം ഒരു 7-7:30 ആയപ്പോഴും ആ സമയത്തും കുറച്ച് പണി കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. നമ്മൾ ചുമരിലുള്ള ഫാനുകൾ, ഹാളിലുള്ള എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 8 മണിയോട് അടുത്തപ്പോഴും പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇക്ക വന്നു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു എന്നാൽ ഇനി പണി നിർത്തിയിട്ട് പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഇനി ഫുഡ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിക്കുക പറഞ്ഞപ്പോൾ മക്കൾക്ക് ഡ്രസ്സ് ചെയ്ത് പുറത്ത് പോകണം എന്നുള്ളത് ഓലിക്ക് ഭയങ്കര ആഗ്രഹം. എന്നാൽ ഓക്കെ, ഓല ഇഷ്ടമല്ലേ, കാരണം ഇത്രയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തതല്ലേ, നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. കുട്ടികളുടെ ചെറിയൊരു സന്തോഷം, ഓല് ഹെൽപ്പ് ചെയ്തതിന് ഒരു ചെറിയ സന്തോഷം. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്. ഇനി നോമ്പിന് കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നത്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചില ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു. ഹാപ്പി ആയോ?